സഹോദരങ്ങളെ, പ്രാർത്ഥനയോടെ ദൈവവചനത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പല വിധത്തിലുള്ള ക്ലേശങ്ങളും കഷ്ടതകളും നിറഞ്ഞ ഒരു സമയത്തിലൂടെയാണ് നമ്മെല്ലാവരും കടന്നു പോകുന്നത്. ഒരു ദേശത്തോ ഒരു രാജ്യത്തോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിസന്ധിയല്ല ഇത്. ലോകവ്യാപകമായി ഇന്ന് കഠിനമായ സാമ്പത്തിക പ്രതിസന്ധികളും അതുപോലെ തന്നെ പല വിധത്തിലുള്ള ക്ലേശങ്ങളും വിനാശങ്ങളും ഇന്ന് ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക മക്കള് കടക്കെണിയിൽ അകപ്പെട്ടു പോകുന്നു. ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരെ, ആത്മഹത്യകൾ പെരുകി പെരുകി വർദ്ധിച്ചു വരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന മക്കള്, പല വിധത്തിലും തകർക്കപ്പെടുന്ന ജീവിതങ്ങൾ നമ്മുടെ മധ്യയുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഏതു പ്രതിസന്ധിയിലും കഷ്ടതയിലും ക്ലേശത്തിലും നമ്മെ കരുതുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം. യഹോവ ജൈറേ, വിശ്വസ്തയോടെ നമ്മെ കരുതുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം തൻ്റെ ജനത്തോടും തന്നെ സ്നേഹിക്കുന്നവരോട്, തന്നിൽ ആശ്രയിക്കുന്നവരോട്, തൻ്റെ പരിശുദ്ധമായ വചനങ്ങളോട് പൂർണ്ണമായും വിശ്വസ്തനാണ് കർത്താവായ യേശു. പൗലോസ്ലീഹ സത്യം സഭയെ പഠിപ്പിക്കുന്നുണ്ട്. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വചനം, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, ഉടനെ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ കർത്താവെ ഏൽപ്പിച്ച ശുശ്രൂഷ മേഖലകളിലും ഒരുപാട് എന്നെ സ്വാധീനിച്ചൊരു വചനമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇപ്പോൾ പങ്കുവെച്ചത്. നമ്മെ വിളിച്ചിരിക്കുന്ന കർത്താവ് വിശ്വസ്തനാണ്. സഹോദരങ്ങളെ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ, നമ്മളൊരു കഷ്ടതയെ നേരിടുമ്പോൾ നമ്മെ വിട്ടുപോകുന്നവനല്ല കർത്താവ്. നമ്മെ ചേർത്ത് പിടിക്കുകയും നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് നമ്മെ കരുതുന്നവനാണ് നമ്മുടെ കർത്താവെന്ന് ഈ വചനം വെളിപ്പെടുത്തുകയാണ്. വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. തൻ്റെ വിശ്വസ്തതയിൽ അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് പ്രയാസങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, വിട്ടുമാറാത്ത തകർച്ചകളെല്ലാം ഉണ്ട്. ഇതിൻ്റെ നടുവിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. കർത്താവിൻ്റെ വിശ്വസ്തതയിൽ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുക. സാഹചര്യങ്ങൾ എന്തു തന്നെയാകട്ടെ, ഒരു സാഹചര്യവും ദൈവത്തിന് പ്രവർത്തിക്കാൻ തടസ്സമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും തൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മിൽ നിറവേറ്റുവാൻ ശക്തനും മതിയായവനുമാണ് കർത്താവായ യേശു. അവിടുന്ന് വിശ്വസ്തയോടെ പ്രവർത്തിക്കും. നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ സുവിശേഷത്തിന്റെ തീയായി കത്തിജ്വലിച്ച സ്ലീഹയാണ് വിശുദ്ധ പൗലോസ്. പൗലോസ്ലീഹ തന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച കർത്താവിന്റെ വിശ്വസ്തതയും തന്റെ ദൈവാശ്രയ ബോധവും സഭയോട് പങ്കുവെക്കുകയാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇക്കാരണത്താലാണ് ഞാൻ ഇപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്. ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസമർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ സഹോദരങ്ങളെ, എന്തുമാത്രം പ്രത്യാശ തരുന്ന വചനമാണിത്.
ഈ കാരണത്താലാണ് ഞാൻ ഇവയെല്ലാം സഹിക്കുന്നത്. ഏതാണ് ഇവയെല്ലാം എന്ന് പറയുന്നത്? സുവിശേഷത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി, കർത്താവിനായ ആത്മാക്കളെ നേടുവാൻ, സുവിശേഷവൽക്കരണത്തിന്റെ അഭിഷേകമായി മാറുവാൻ വിശുദ്ധ പൗലോസ് അനുഭവിച്ച നിരവധിയായ കഷ്ടാനുഭവങ്ങളുണ്ട്. അപ്പോസ്തലന്റെ സഹനത്തെക്കുറിച്ച് പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ വിവരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. സ്ലീഹ പറയുകയാണ്, ഈ സഹനങ്ങളിലൊന്നും ഞാൻ ലജ്ജിക്കുന്നില്ല, എനിക്ക് ഭയമില്ല. കർത്താവിനെ പ്രതി, ദൈവവചനത്തെ പ്രതിയുള്ള സഹനങ്ങളിൽ എനിക്ക് ലജ്ജയില്ല, എനിക്ക് നിരാശയില്ല, വിഷാദമില്ല. കാരണം ഞാൻ ആരിലാണ്, ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് സർവശക്തനായ, എന്നെ വിളിച്ച വിശ്വസ്തനായ എന്റെ കർത്താവിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല എന്റെ ദൈവം. അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും, ഏത് സഹനത്തിലും എന്നെ കരുതുവാൻ, എന്നെ പരിപാലിക്കുവാൻ എന്റെ കർത്താവ് ശക്തനാണെന്നുള്ള ആഴമേറിയ വിശ്വാസമാണ് പൗലോസ്ലീഹ നേരിട്ട സഹനങ്ങളിൽ അദ്ദേഹം അത് അഭിമാനമായി മാറിയത്. ലജ്ജിച്ചും വിഷാദിച്ചും നിരാശപ്പെട്ടും പിന്മാറ്റത്തിലേക്ക് സ്ലീഹ പോകുന്നില്ല സഹോദരങ്ങളെ. നമുക്കൊക്കെ ഒത്തിരി സഹനങ്ങളുണ്ട്. കുടുംബജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, തൊഴിൽ മേഖലകളിൽ എന്ന് വേണ്ട ഒരുപാട് സഹിക്കുന്ന മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒത്തിരിയേറെ സഹിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ, ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമായി ഭാരത്തോടെ കഴിയുന്നവരെ, എൻ്റെ സഹോദര സഹോദരി, ഇത് നിനക്കുള്ള പരിശുദ്ധാത്മാവിന്റെ ഉത്തരമാണ്. കർത്താവിന്റെ സത്യവചനത്തിലൂടെ റൂഹ നിന്നോട് സംസാരിക്കുന്ന സമയമാണിത്. നിന്റെ സഹനങ്ങളിലും, നിന്റെ ദുരിതങ്ങളിലും, നിന്റെ കഷ്ടതകളിലും മാറിപ്പോകുന്നവനെല്ലാം നിന്നെ വിളിച്ച കർത്താവ്. ഒരു വിധത്തിലും ഞാൻ നിന്നെ അവഗണിക്കുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് ഒരു സാധാരണ വ്യക്തിയിലല്ല, ഈ ലോകത്തിന്റെ യാതൊരു വിധത്തിലുള്ള സംവിധാനത്തിലുമല്ല. നമ്മൾ ആരിലാ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ ആശ്രയത്വം ആരിലാണ്? നമ്മുടെ ജീവിതം നമ്മൾ ആർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? സർവശക്തനും സർവാധിപനുമായ കർത്താവിന്റെ കരങ്ങളിലാണ് നമ്മുടെ ജീവിതം. ഹല്ലേലൂയ! അവന്റെ വിശ്വസ്തതയിലാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. ആ കർത്താവിലാണ് നമ്മുടെ ആശ്രയത്വം. സഹോദരങ്ങളെ, ഒരു നാള് നമ്മൾ ഭയപ്പെടേണ്ട. കർത്താവ് കൂടെയുണ്ട്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ജോഷുവായുടെ നമുക്ക് ഒരുപാട് ശക്തി പകരുന്ന വചനമാണ്, പ്രോമിസാണത്. ജോഷുവ 1:6 കർത്താവ് തന്റെ പ്രവാചകനോട് പറയാം, ഒരിക്കലും നിന്നെ കൈവിടുകയില്ല, ഞാൻ ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ. ഇതിനേക്കാൾ വലിയൊരു എൻകറേജ്മെന്റ് നമുക്ക് കിട്ടാനുണ്ടോ? ഒരിക്കലും ഞാൻ നിന്നെ കൈവിടുകയില്ല. ഇതാരാ പറയുന്നത്? ഒരു സാധാരണ മനുഷ്യനല്ല, സർവശക്തനായ ദൈവം. ഒരിക്കലും ഞാൻ നിന്നെ, ആരൊക്കെ നിന്നെ കൈവിട്ടാലും, ആരൊക്കെ നിന്നെ മാറിപ്പോയാലും, ആരെല്ലാം നിന്നെ തെറ്റിദ്ധരിച്ചാലും, നിന്നെ സംശയിച്ചാലും, നിന്നെ എതിർത്താലും, നിന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ നോക്കിയാലും, എൻ്റെ മകനെ, മകളെ, ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല. ഈ പ്രോമിസിൽ വിശ്വസിക്കാൻ പറ്റുന്നവര് സ്വരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഓ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ. കൃപ, 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 കൃപ.
ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ചരിത്രത്തിൽ ദൈവം വിവിധ ഘട്ടങ്ങളിൽ, വിവിധ സമയങ്ങളിൽ താൻ ആരാണ്, തൻ്റെ സ്വഭാവം എന്താണെന്ന് തൻ്റെ പ്രവാചകരിലൂടെ തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. ആ ദൈവിക വെളിപാടുകൾ പൂർത്തീകരണമാണ് കർത്താവായ യേശുവിൽ നിറവേറപ്പെട്ടത്. എല്ലാ ദൈവിക വെളിപാടുകളുടെയും പൂർണ്ണതയാണ്, പൂർത്തീകരണമാണ് കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. എബ്രായ പുസ്തകം 1-ാം അധ്യായം 1-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. വിവിധ രീതികളിൽ, വിവിധ ഘട്ടങ്ങളിൽ ദൈവം തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ പരിശുദ്ധി, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ കാരുണ്യം, ഇതെല്ലാം ദൈവം ഘട്ടം ഘട്ടമായി വിവിധ സമയങ്ങളിൽ വെളിപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ നമ്മുടെ കർത്താവിൻ്റെ വലിയൊരു സ്വഭാവമാണ്, തൻ്റെ ജനത്തെ കരുതുന്ന ദൈവമാണ് കർത്താവ്. തൻ്റെ ജനത്തെ നിരന്തരം പരിപാലിക്കുന്നവനാണ് നമ്മുടെ ദൈവമായ കർത്താവ്. ഈ റെവലേഷൻ, ഈ വെളിപാട് ആദ്യമായി കർത്താവ് വെളിപ്പെടുത്തിയത് പൂർവ്വപിതാവായ അബ്രഹാമിനാണ്. ഈ റെവലേഷൻ, യഹോവ ജൈറേ, ഞാൻ നിങ്ങളെ കരുതുന്ന ദൈവമാണ്, നിങ്ങളെ പരിപാലിക്കുന്ന പരിപാലകനാണെന്നുള്ള സത്യം ദൈവം വെളിപ്പെടുത്തിയത് അബ്രഹാമിനാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 14-ാം വചനത്തിലാണ് ഈ ദൈവിക വെളിപാട് നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്രഹാം ആ സ്ഥലത്തിന് യാഹവേ ഈരേ യഹോവ ജൈറേ എന്നു പേരിട്ടു. കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നു. അവിടുന്ന് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. അബ്രഹാം ആ സ്ഥലത്തിന് യാഹവേ ഈരേ യഹോവ ജൈറേ, the Lord will provide. കർത്താവ് നൽകുന്നവനാണ്, കരുതുന്നവനാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇതൊരു മനുഷിക വചനമല്ല, ഇത് കർത്താവിൻ്റെ സത്യവചനമാണ്. നമുക്കിത് വിശ്വസിക്കാൻ പറ്റണം. യാഹവേ ഈരേ യഹോവ ജൈറേ. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റണം, നമ്മുടെ കർത്താവ് നമുക്കായി നൽകുന്നവനാണ്. ഈ വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കണം. എവിടെയാണ് കർത്താവ് തൻ്റെ ആ പരിപാലന പ്രകടമാക്കുന്നത്? Where does the Lord provide our needs? Yes. എവിടെയാണ് നമ്മുടെ ആവശ്യങ്ങളെ കർത്താവ് നിറവേറ്റിത്തരുന്നത്? വ്യക്തിപരമായ, കുടുംബപരമായ, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ മക്കള്, തലമുറ, എന്തുമാവട്ടെ, നമ്മുടെ ആവശ്യങ്ങൾ എവിടെയാണ് കർത്താവ് നിറവേറ്റിത്തരുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. യഹോവ ജൈറയായി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കണമെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, എന്താണ് പരിശുദ്ധാത്മാവിനെ നമ്മോട് സംസാരിക്കാനുള്ളത്? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവിൻ്റെ മലയിലാണ് വേണ്ടതെല്ലാം അവിടുന്ന് പ്രദാനം ചെയ്യുന്നത്. കർത്താവിൻ്റെ മലയിൽ. എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിക്കണം. അബ്രഹാം റൈറ്റ് പ്ലേസിലായിരുന്നു. കർത്താവ് പറഞ്ഞ ആ കൃത്യ സ്ഥലത്തായിരുന്നു അബ്രഹാം. അവൻ കർത്താവിൻ്റെ മലയിലെത്തി. റൈറ്റ് പ്ലേസ്. കർത്താവിൻ്റെ പൂർണ്ണമായ പദ്ധതിയിലും ഹിതത്തിലുമായിരുന്നു അബ്രഹാം. അവിടെയാണ് കർത്താവിൻ്റെ പരിപാലനയും ആ കരുതലും നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും എല്ലായ്പ്പോഴും കർത്താവിൻ്റെ കരുതൽ അനുഭവിക്കാൻ, പരിപാലനം അനുഭവിക്കാൻ നമുക്ക് സാധിക്കില്ല സഹോദരങ്ങളെ. നമ്മൾ കൃത്യമായ സ്ഥലത്തായിരിക്കണം, കർത്താവിൻ്റെ പദ്ധതിയിലായിരിക്കണം, നമ്മൾ കർത്താവിൻ്റെ ഹിതത്തിലും അവിടുത്തെ വഴിയിലുമായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ കരുതൽ അനുഭവിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. നമുക്കിഷ്ടപ്പെട്ട ഇടങ്ങളിൽ, നമുക്കിഷ്ടപ്പെട്ട തലങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിച്ച കർത്താവിൻ്റെ ആ പ്രൊവിഷൻ അനുഭവിക്കാൻ നമുക്ക് സാധിക്കില്ല.
റൈറ്റ് പ്ലേസ്. കർത്താവ് പറയുന്നിടത്ത്, കർത്താവിൻ്റെ പ്രസൻസ് ഉള്ള, കർത്താവിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് നമ്മളായിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ പരിപാലന, അവിടെയാണ് യഹോവ ജയറയായി കർത്താവ് പ്രവർത്തിക്കുന്നത്. ഉൽപ്പത്തിയുടെ നിങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നോക്ക്. ഇന്ന് പലരും പറയുന്നൊരു കാര്യമുണ്ട്, സഹോദരൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ ആരാധിക്കുന്നു, പക്ഷെ കർത്താവിൻ്റെ പരിപാലനം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. സഹോദരങ്ങൾ, നിങ്ങൾ വിഷമിക്കരുത്. ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം സ്വീകരിക്കുക. നമ്മൾ കർത്താവിൻ്റെ പൂർണ്ണമായ പ്ലാനിലാണോ നിൽക്കുന്നത്? നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം, നമ്മുടെ ശുശ്രൂഷകൾ, ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന സംവിധാനങ്ങൾ കർത്താവിൻ്റെ പ്ലാനിലാണോ, കർത്താവിൻ്റെ ഹിതത്തിലാണോ, ആ റൈറ്റ് പൊസിഷനിലും റൈറ്റ് പ്ലേസിലുമാണോ എന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കണം. നിർബന്ധമുണ്ട് ദൈവത്തിന് ആ കാര്യത്തിൽ. അതിൽ കണിശക്കാരനാണ് നമ്മുടെ കർത്താവ്. റൈറ്റ് പ്ലേസ്, റൈറ്റ് പൊസിഷൻ. കർത്താവ് അസൈൻ ചെയ്ത അവിടെയായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്, അവിടെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. കർത്താവ് നമുക്ക് അസൈൻ ചെയ്ത ഒരു ഇടമുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കൃപയുടെ ഇടമുണ്ട്. നമ്മളിത് മനസ്സിലാക്കണം. നിങ്ങൾ ഈ വചനത്തിലോട്ട് വന്ന് ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 2-ാം അധ്യായം 2-ന്റെ രണ്ടാമത്തെ വചനം വായിക്കുക. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ ഒരു ദഹന ബലിയായി അർപ്പിക്കണം. ഞാൻ കാണിച്ചു തരുന്ന മലമുകൾ, കർത്താവാണ് ആ പ്ലേസ് കാണിച്ചു കൊടുക്കുന്നത്, ആ റൈറ്റ് പ്ലേസ് കർത്താവ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് ചില ജോലികളൊക്കെ അസൈൻ ചെയ്ത് തരുന്നത് പോലെ കർത്താവ് നിയോഗിച്ചു കൊടുക്കുകയാണ്. അബ്രഹാം, ഞാൻ കാണിക്കുന്ന ആ മലമുകളിൽ കർത്താവിൻ്റെ പ്രസൻസ് ഉണ്ട്, അവിടെ കർത്താവുണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവം പറഞ്ഞു, അബ്രഹാമേ നീ ആ മലമുകളിലേക്ക് പോകണം. എവിടെ എന്ത് ഒന്നും അബ്രഹാമിന് അറിയില്ല. 3-ാം വചനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതിക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. എല്ലാവരും ഉറക്കെ പറഞ്ഞ്, ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. കർത്താവ് അസൈൻ ചെയ്ത, കർത്താവ് പറഞ്ഞ ആ കൃത്യം സ്ഥലത്തേക്ക്, ആ റൈറ്റ് പ്ലേസ്. കണ്ടോ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവിൻ്റെ പ്ലാനിലാണ് അബ്രഹാം നിൽക്കുന്നത്. അല്ലാതെ അവിടെ വേറെ ഒരുപാട് മലകൾ ഉണ്ടായിരുന്നു. കർമ്മൽ മലയുണ്ട്, അവിടെ സീനായ് മലയുണ്ട്, വേറെ പല മലകളുണ്ട്. ആ മലകളിലേക്കൊന്നും അബ്രഹാം പോയില്ല. ദൈവം പറഞ്ഞ മലയിലേക്ക്, ദൈവം കാണിച്ച മലയിലേക്ക്, ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് അബ്രഹാം പുറപ്പെട്ടു. എൻ്റെ സഹോദര സഹോദരി, ദൈവം പറഞ്ഞെടുത്താണോ നമ്മൾ നിൽക്കുന്നത്? ദൈവമായ കർത്താവ് പറഞ്ഞതുപോലെയാണോ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മൾ കർത്താവിന്റെ വഴിയിലാണോ? കർത്താവിന്റെ പദ്ധതിയിലാണോ? നമ്മൾ കർത്താവിന്റെ വചനത്തിലാണോ ജീവിക്കുന്നത്? ദൈവത്തിന്റെ പൈതലേ, ഞാനും നീയും ആത്മശോധന ചെയ്യണം. 4-ാം വചനത്തിൽ വീണ്ടും വചനം പഠിപ്പിക്കുന്നു. 3-ാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. ഏത് സ്ഥലം? ദൈവം പറഞ്ഞ സ്ഥലം. കർത്താവ് പറഞ്ഞ മലമുകള്, ആ മല കാണുക. അകലെ നിന്ന് കണ്ടു ആ മല. ദൈവം പറഞ്ഞ മല കാണുകയാ സഹോദരങ്ങളെ. മടുപ്പ് കൂടാതെ, തളർച്ച കൂടാതെ ദൈവം പറഞ്ഞിടത്തേക്ക് അബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി യാത്ര ചെയ്യാണ്. 9-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, 9-ാം ഉച്ചത്തിൽ വായിക്കണം. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ പിന്നെ ഒരു അടി മുന്നോട്ട് പോകുന്നു. ആ റൈറ്റ് പ്ലേസിലാണ്. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ. ഒന്നുകൂടിയും പറഞ്ഞേ, ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ. എൻ്റെ അബ്രഹാമിന് ഇഷ്ടപ്പെട്ട, നമുക്ക് ഇഷ്ടപ്പെട്ട പല സ്ഥലങ്ങളുണ്ട്, നമുക്ക് ആഗ്രഹമുള്ള പലയിടങ്ങളുണ്ട്, നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ള അനേകം വിഷയങ്ങളുണ്ട്.
പലപ്പോഴും നമ്മൾ വഴിമാറിപ്പോകുന്നു, സ്ഥലം മാറിപ്പോകുന്നു. മനസ്സിലാകുന്നുണ്ടോ? റൈറ്റ് പ്ലേസിലല്ല നമ്മൾ നിൽക്കുന്നത്. കർത്താവ് അസൈൻ ചെയ്ത സ്ഥലത്തല്ല നമ്മൾ നിൽക്കുന്നത്. അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിഷ്ടപ്പെട്ടത്, നമുക്ക് സന്തോഷം തരുന്നത്, നമുക്ക് സംതൃപ്തി തരുന്ന കാര്യങ്ങൾ നമ്മൾ പലരും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അവിടെ കർത്താവിൻ്റെ പ്രൊവിഡൻസ് ഉണ്ടാവില്ല. അവിടെ ഒരിക്കലും ചേറയായി കരുതുന്നവനായി കർത്താവ് പ്രവർത്തിക്കില്ല. സഹോദരങ്ങളെ, പ്രാർത്ഥന മാത്രം പോരാ, ആരാധന മാത്രം പോരാ, വിശുദ്ധി മാത്രം പോരാ. ഇത് വളരെ പ്രധാനപ്പെട്ട, എല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം കർത്താവിനോടുള്ള ഒബീഡിയൻസ്, കർത്താവിനോടുള്ള നിരന്തരമായ അനുസരണവും ആശ്രയബോധവും കർത്താവിങ്കിലേക്കുള്ള പ്രത്യാശയോടുള്ള കണ്ണുയർത്തലും നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകരുത് സഹോദരൻ. പിശാച് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, നമ്മളെ ഈ റൈറ്റ് പ്ലേസിൽ നിന്നും മാറ്റും, കർത്താവിൻ്റെ പദ്ധതിയിൽ നിന്നും മാറ്റും, കർത്താവിൻ്റെ വഴിയിൽ നിന്നും മാറ്റും. കാരണം പിശാചിനറിയാം, അങ്ങനെ വഴിമാറിപ്പോയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവ നടത്തിപ്പില്ല, ദൈവപരിപാലനയില്ല, അവിടെ ദൈവിക കരുതലില്ല. ഇത് നമ്മളെക്കാൾ കൂടുതൽ പിശാചിനറിയാവുന്നത് കൊണ്ടാണ് കർത്താവിൻ്റെ പദ്ധതിയിൽ നിന്ന്, ഹിതത്തിൽ നിന്നും അനേകരെ പിശാച് വ്യതിചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ പിന്നെ ഒരടി മുന്നോട്ട് പോകുന്നില്ല, ഒരടി പിന്നോട്ടും പോകുന്നില്ല. ശ്രദ്ധിച്ച നിങ്ങൾ, കൃത്യം സ്ഥലത്ത്, ആ കൃത്യം പൊസിഷനിൽ അബ്രഹാം എത്തി. അത് കർത്താവിൻ്റെ മലയാണ്. ആ മലയിൽ കർത്താവുണ്ട്, ആ മലയിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. പ്രസൻസ് ഓഫ് ഗോഡ്, പ്രസൻസ് ഓഫ് ഗോഡ്. അവിടെ ദൈവം നിറഞ്ഞു നിൽക്കുകയാണ്. ആ പ്ലേസിൽ അബ്രഹാം എത്തി. എന്റെ സഹോദരങ്ങളെ, അപ്പോഴാണ് എന്തുകൊണ്ട് പിന്നീട് നമുക്ക് കാണാൻ പറ്റും. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? അതിനെ ബാക്കി വചനങ്ങൾ നിങ്ങൾ വായിച്ച്. അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു, വിറകടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന്റെ മീതെ കണ്ടോ, വിറകിന്റെ മീതെ കിടത്തുകയാണ്. പിന്നീടുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കത്തി കയ്യിലെടുക്കുന്നു, ദൈവദൂതൻ വിളിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ആ സ്ഥലത്ത് ദൈവ സാന്നിധ്യമുണ്ട്, അവിടെ കർത്താവിൻ്റെ മഹത്വമുണ്ട്. ആ മലയിൽ അബ്രഹാം എത്തിക്കഴിഞ്ഞപ്പോഴാണ് കർത്താവിൻ്റെ കരുതൽ അബ്രഹാമിനും കൊച്ചി ഇസഹാക്കിനും അനുഭവിക്കാൻ കഴിഞ്ഞത്, കർത്താവിൻ്റെ പരിപാലന സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അവിടെയാണ് യഹോവ ജയറയായി തന്നെ ആശ്രയിച്ചവർക്ക് വേണ്ടി കർത്താവ് വീരോടെ പ്രവർത്തിച്ചത്, ശക്തിയോടെ പ്രവർത്തിച്ചത്. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിനോട് കർത്താവ് സംസാരിക്കുകയാണ്. നീ റൈറ്റ് പ്ലേസിലാണോ നിൽക്കുന്നത്? കർത്താവ് നിനക്ക് കാണിച്ച, നിന്നെ നിർത്തിയ, നിനക്ക് അസൈൻ ചെയ്ത് തന്നിരിക്കുന്ന ഇടത്തിലാണോ നിൽക്കുന്നത്? നീ അതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിന്റെ വ്യാപാരങ്ങൾ, നിന്റെ ചെയ്തികൾ, നിന്റെ ജീവിതം, നിന്റെ ചിന്തകൾ, കാഴ്ചപ്പാടുകൾ, മനോഭാവങ്ങൾ കർത്താവിൻ്റെ വഴിയിലാണോ? കർത്താവിൻ്റെ വഴിയിലാണോ? അതോ നമുക്ക് ബോധിച്ച ചിന്തകളും വഴികളിലുമാണോ നമ്മൾ? നമുക്കിഷ്ടപ്പെട്ട്, നമുക്ക് സന്തോഷവും സംതൃപ്തിയും തരുന്ന കാര്യങ്ങളാണോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ? ഒരു നാളും അവിടെ കർത്താവിൻ്റെ പ്രൊവിഡൻസ് ഉണ്ടാവുകയില്ല. ഈ സത്യം മനസ്സിലാക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് പറഞ്ഞ വഴിയിൽ നിൽക്കുവാൻ, അങ്ങ് കാണിച്ചിടത്ത് നിൽക്കുവാൻ, ആ റൈറ്റ് പ്ലേസിലായിരിക്കുവാൻ, കർത്താവേ അങ്ങയുടെ പദ്ധതിയിലായിരിക്കുവാൻ, ഇവിടുത്തെ വഴിയിലായിരിക്കുവാൻ, അങ്ങ് ഏൽപ്പിച്ചത് മാത്രം ചെയ്തുകൊണ്ടിരിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. വ്യക്തിപരമായ അഭിഷേകം ചെയ്യണമേ, കുടുംബമായ അഭിഷേകം ചെയ്യണമേ, കൂട്ടായ്മയായി അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി, എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരം ഉയർത്തി വിളിക്കുന്നു, യേശുവേ. വിളിച്ചു പ്രാർത്ഥിച്ചു. എവിടെയാണ് കർത്താവ് നിന്നെ പരിപാലിക്കുന്നത്? എവിടെയാണ് നിന്റെ ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റി തരുന്നത്? റൈറ്റ് പ്ലേസിൽ കർത്താവ് നിന്നെ നിർത്തിയെടുത്ത്, കർത്താവ് നിനക്ക് കാണിച്ചു തന്ന ഇടത്തിൽ
കർത്താവ് ഉള്ളിടത്താണ് ആ പ്രൊവിഡൻസ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാക്കു പറഞ്ഞ കർത്താവ്, വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ കർത്താവ്. ഓ മൈറ്റി, മൈറ്റി, മൈറ്റി. എല്ലാ ആശങ്കകളും മാറ്റണം, എല്ലാ ഗുണതകളിൽ നിന്ന്, ജീവിതത്തിന്റെ നൊമ്പരങ്ങളിൽ നിന്ന്, മനസ്സിന്റെ എല്ലാവിധ ഭാരങ്ങളിൽ നിന്ന് കർത്താവേ ഞങ്ങളുടെ ജനത്തെ വിമോചിപ്പിക്കണമേ, ഞങ്ങളുടെ ജനത്തെ സുഖപ്പെടുത്തണമേ, അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ, ക്ലേശപൂർണമായ ഈ സമയങ്ങളിൽ കർത്താവേ ഞങ്ങൾക്ക് ആശ്വാസം തരണമേ, ഞങ്ങൾക്ക് ആശ്വാസം തരണമേ. കരമടിച്ച് കരമടിച്ച് പാടുന്നു. ഹല്ലേലൂയ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. കരുതുന്ന ദൈവം കൂടെയുള്ളതിന നാളെയോർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ തൻ കരമതു കൂടെയുണ്ടല്ലോ, കരതലമതിലവൻ വഹിച്ചിടുമേ. ആമേൻ, ആമേൻ. അവൻ നാളെയോർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ തൻ കരമതു കൂടെയുണ്ടല്ലോ, കരതലമതിലവൻ വഹിച്ചിടുമേ. കരതലമതിലവൻ വഹിച്ചിടുമേ. കരമുയർത്തിയൊരിക്കൽ കൂടെ ഒന്നിച്ചു വിളിക്കുന്ന യേശുവേ, ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ നിറയട്ടെ, ദൈവ കൃപ നിറയട്ടെ, ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ, ദൈവശക്തിയാൽ ഞങ്ങൾ പൊതിയും. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഇവിടെയാണ് കർത്താവിന്റെ കരുതൽ അനുഭവിക്കാൻ പറ്റുന്നത്. കർത്താവ് പറഞ്ഞിടത്ത്, കർത്താവ് നിർത്തിയിടങ്ങളിൽ, കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങളിൽ കർത്താവിന്റെ കരുതലുണ്ടാകും. സഹോദരങ്ങളെ, വീണ്ടും നമുക്ക് ദൈവവചനത്തിലോട്ട് വരാം. പ്രാർത്ഥനാപൂർവ്വം നിങ്ങളായിരിക്കണം. ഇതെല്ലാം നമുക്ക് പലർക്കും അറിയാവുന്ന വചനങ്ങളാണെങ്കിലും നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ വചനങ്ങൾക്ക് വലിയ വലിയ ബന്ധമുണ്ട്. സഹോദരങ്ങളെ, പ്രവാചകനായ ഏലിയായുടെ ജീവിതത്തിൽ യഹോവ ജയറയായി കർത്താവ് മാറുന്നുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതുപോലെ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. എത്ര അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം എൻ്റെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ, ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നല്ല, നൂറല്ല, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് കർത്താവിൻ്റെ പരിപാലനയുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. സഹോദരങ്ങളെ, ഈ ജീവിതം അതിന് മതിയാകില്ല. അത്രമാത്രം, ഞാനൊരു വെറും വാക്ക് പറയില്ല, അത്രമാത്രം അറിഞ്ഞും അറിയാതെയും കർത്താവ് കരം പിടിച്ച് നയിച്ച അനുഭവം, കർത്താവ് പരിപാലിച്ച, കരുതിയ എത്ര ശ്രേഷ്ഠമായ അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്ന് ശെഖേന ഇങ്ങനെ നിലനിന്നു പോകുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാരണം, കർത്താവ് വിശ്വസ്തയോടെ ഈ ശുശ്രൂഷകളെ കരുതുന്നു, പരിപാലിക്കുന്നു. അത് മാത്രമാണ്. അത് ശെഖേനയെ മാത്രമല്ല, കർത്താവ് ജന്മം കൊടുത്ത ഓരോ ശുശ്രൂഷകളെയും കർത്താവാണ് നിരന്തരം പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിപാലന മുടങ്ങാതെ അത് നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു, കർത്താവ് പറഞ്ഞ റൈറ്റ് പ്ലേസിലായിരിക്കണം. കർത്താവ് നിർത്തിയെടുത്തും കർത്താവിൻ്റെ വഴിയിലും കർത്താവ് ഉള്ളിടത്ത് ആ പ്രസൻസിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും ജീവിതവും എല്ലാം. അവിടെയാണ് യാഗവീരയായി
കർത്താവ് വെളിപ്പെടുന്നത്. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 2-ാം വചനത്തിലോട്ട് നിങ്ങൾ വരണം. കർത്താവ് ഏലിയായോട് അരുളി ചെയ്ത്, എന്താണ് അരുളി ചെയ്തത്? 3-4 വചനങ്ങൾ. കർത്താവ് അരുളി ചെയ്തത് എന്താണ്? 3-4 വചനങ്ങളിൽ, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെറീത്ത് അരുവിക്ക് സമീപം ഒളിച്ച് താമസിക്കണം. കർത്താവ് ആ റൈറ്റ് പ്ലേസ് കാണിച്ചു കൊടുത്തു. നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെറീത്ത് അരുവിക്ക് സമീപം ഒളിച്ച് താമസിക്കുക. നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം. ഭക്ഷണം തരുന്നതിനെ കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. 5-ാമത്തെ വചനം പറയുന്നു, അവൻ കർത്താവിൻ്റെ കൽപ്പനയെ അനുസരിച്ച് ജോർദാന് കിഴക്കുള്ള കെറീത്ത് നീർച്ചാലിനരികെ ചെന്ന് താമസിച്ചു. ഒരു സെക്കൻഡ് നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. പ്രവാചകനായ ഏലിയായി സംബന്ധിച്ചിടത്തോളം തനിക്ക് ഒട്ടും താല്പര്യമില്ല ഒളിച്ച് താമസിക്കെന്ന് പറഞ്ഞാൽ. ശക്തനായൊരു പ്രവാചകൻ, ജനമധ്യേ ദൈവത്തിനു വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവൻ, വലിയ അടയാളങ്ങൾ ജനമധ്യേ പ്രകടമാക്കിയവൻ. ഒരു ദിവസം കർത്താവ് പറയാണ്, ഇതെല്ലാം നിന്റെ പൊതു ശുശ്രൂഷകൾ, പബ്ലിക് മിനിസ്ട്രികളൊക്കെ നീ അവസാനിപ്പിക്കണം. അത് നീ ഒളിച്ച് താമസിക്കണം. ഒരു മനുഷ്യന് മുൻപിലും പെടാൻ പറ്റാത്ത വിധം ഒരു തരത്തിൽ ലോകവുമായി സകലമായ ബന്ധങ്ങൾ നീ വിച്ഛേദിക്കണം. പൂർണ്ണമായ വേർപ്പ്. എളുപ്പമല്ല സഹോദരങ്ങളെ. ഏകാന്തത. അവിടെ കർത്താവ് കൂടെ ഇല്ലെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമുക്ക് വായിച്ചു പോകാൻ എളുപ്പമാണ്. ആ നാളുകളിൽ ഏലി അനുഭവിച്ചൊരു മാനസിക സംഘർഷങ്ങള്, പലവിധ സംശയങ്ങള്, ചോദ്യങ്ങളൊക്കെ കടന്നു വരാം. പക്ഷെ കർത്താവ് പറഞ്ഞു, ഏലിയ, നീ ജോർദാൻ അരികെയുള്ള കെറീത്ത് നീർച്ചാലിനരികെ താമസിക്കണം. കണ്ടോ, ആ കർത്താവിന്റെ പ്ലാനിനോട്, പദ്ധതിയോട് യെസ് പറയാണ്. കർത്താവിന്റെ ആ ഹിതത്തോട് ഏലിയ പൂർണ്ണമായി സമർപ്പണം നടത്തുകയാണ്. ആ റൈറ്റ് പ്ലേസിൽ, കർത്താവ് പറഞ്ഞ ഇടത്തിൽ ഏലിയ നിൽക്കുകയാണ്. അവിടെയാണ് പ്രൊവിഡൻസ്. കർത്താവിന്റെ വഴിയിൽ, കർത്താവിന്റെ പദ്ധതിയിൽ പ്രവാചകനായി ഏലിയ നിൽക്കുക. അല്ലാണ്ട് അവന് തോന്നിയ ഇടങ്ങളിലേക്കല്ല അവൻ പോയത്. അവിടെ വേറെയും കുറെ നീർച്ചാലുകളുണ്ട്, ഉറവകളുണ്ട്. ആ തോടരികിലേക്കല്ല ദൈവത്തിന് പ്രവാചകൻ കടന്നുപോയത്. ദൈവം പറഞ്ഞ സ്ഥലത്ത്, ദൈവം കാണിച്ച സ്ഥലത്ത്. തനിക്ക് നമുക്കിഷ്ടമുണ്ടോ ഇഷ്ടമില്ല, ഇതൊന്നും അവിടെ വിഷയമല്ല സഹോദരങ്ങളെ. കർത്താവിന്റെ ഹിതത്തിലായിരിക്കുക, കർത്താവിന്റെ പദ്ധതിയിലായിരിക്കുക. അതാണ് നമുക്ക് എപ്പോഴും സുരക്ഷിതത്വം. വിശ്വസിച്ച ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മളിത് മനസ്സിലാക്കണം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, അങ്ങനെ അവിടെ താമസിച്ചു. ദൈവം പറഞ്ഞ സ്ഥലത്തും ആ ഇടത്തും ആ വഴിയിലുമായിരുന്നപ്പോൾ എന്തുണ്ടായി? 6-ാമത്തെ വചനം പറയുന്നു, കാക്കകൾ കാലത്തും വൈകിട്ട് അവൻ അപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു. അരുവിയിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചു. ദൈവപരിപാലനം അനുഭവിക്കുകയാണ്. യഹോവ ജയറയായി തന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യം എന്തുമാകട്ടെ, എത്ര വലിയ ആവശ്യങ്ങളാണ് നമ്മുടെ മുൻപിലെങ്കിലും, കർത്താവിന്റെ വഴിയിലാണോ നമ്മൾ, കർത്താവിന്റെ പദ്ധതിയിലാണോ നമ്മൾ, കർത്താവ് പറഞ്ഞ ആ റൈറ്റ് പ്ലേസിലാണോ നമ്മൾ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ആകുലപ്പെടേണ്ട. നമ്മുടെ സാഹചര്യത്തിൽ കടന്നു വന്ന് നമ്മെ കരുതുവാൻ, നമ്മളെ പരിപാലിക്കുവാൻ കർത്താവിന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. അവിടുത്തെ വിശ്വസ്തത വലുതാണ്. നമ്മളിത് തിരിച്ചറിയണം സഹോദരങ്ങളെ. ചില സമയത്തൊക്കെ നമ്മൾ അപ്സെറ്റ് ആകും, ബുദ്ധിമുട്ടുകൾ വരും. ഇതെങ്ങനെ ഇതൊക്കെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ നമുക്കുണ്ടാകും. ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കണം, കർത്താവിന്റെ പദ്ധതിയിലും വഴിയിലുമാണോ ഞാനായിരിക്കുന്നത്? എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ തലമുറ, കർത്താവിനെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ, എൻ്റെ ഇടപാടുകൾ, എൻ്റെ വ്യാപാരങ്ങൾ കർത്താവിന്റെ കൃത്യമായ പദ്ധതിയിലാണോ, കർത്താവിന്റെ വഴിയിലാണോ? ഇത് പരിശോധിക്കണം. കൃത്യം പറഞ്ഞു ചെയ്തു കൊടുക്കുകയാണ്. ദൈവം നൽകിയ പ്രവചനത്തിന് തന്നെ പിന്നീട് ഏലിയ ഇരയായി മാറുന്നത് കാണാൻ പറ്റും.
ഏഴാമത്തെ വചനം പറയാണ്, ഏഴാമത്തെ വചനം, മഴ പെയ്യാത്തത് കൊണ്ട്, കഠിന ക്ഷാമമായതുകൊണ്ട് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അരുവി വറ്റി. ഉടനെ എന്ത് ചെയ്തു കർത്താവ്? കർത്താവ് ഉടനെ എന്താ ചെയ്യുന്നത്? എട്ടാമത്തെ വചനം വായിച്ച്. കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു. ഒൻപതാമത്തെ വചനം പെട്ടെന്ന് വായിച്ചു. 9, നീ സീദോനിലെ സെറാഫത്തിൽ പോയി വസിക്കുക, അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിനെ ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പ്രൊവിഡൻസ് പോകുന്നത് കണ്ടോ നിങ്ങൾ? നമ്മൾ എന്തിനാ ഇനി സംശയിക്കുന്നത്? 100 ആയിരക്കണക്കിന് ഇതുപോലെ ദൈവ പരിപാലന കണ്ടവരും കേട്ടവരും അനുഭവിച്ചവരുമാണ് നമ്മൾ. ഇനി സംശയിക്കണോ? ഇനി അസ്വസ്ഥരാകണോ? ആകുലപ്പെടണോ? ഭയചകിതരാകണോ? നിരാശിതരാകണോ? സഹോദര സഹോദരി, നീ തീരുമാനിക്കുക. ഇത്രമാത്രം നിന്നെ കരുതുന്ന കർത്താവ് നിന്റെ കൂടെയുള്ളപ്പോൾ നമ്മൾ ആരെയാ ഭയപ്പെടുന്നത്? എന്തിനാ നമ്മൾ അസ്വസ്ഥരാകുന്നത്? കർത്താവിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലേക്ക് പ്രത്യാശയോടെ നമ്മൾ നോക്കുക. ആ വാഗ്ദാനങ്ങൾ മുറുകെ പിടിക്കണം. എന്ത് തന്നെയാണെങ്കിൽ ആ പ്രോമീസുകൾ മുറുകെ പിടിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ആ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നിറവേറ്റും. വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. തന്റെ പ്രവാചകരെ ഇതുമാത്രം കർത്താവ് ഇങ്ങനെ പരിപാലിക്കുന്നത് അല്ലേ? പ്രവാചകരെ മാത്രമാണ്. നമ്മുടെ ഈ കാലഘട്ടവുമായി, ഈ ദിനങ്ങളുമായി, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കി ഇതുമാത്രം അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ വചനം ഷെക്കേനയുടെ സ്റ്റുഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഈ മാധ്യമ ശുശ്രൂഷകളെ, ഷെക്കേനയുടെ ദൈവരാജ്യ ശുശ്രൂഷകളെ ഓരോ ദിനവും കർത്താവ് പരിപാലിക്കുന്നത് കാണുമ്പോൾ ഹൃദയം നിറയാറുണ്ട്. കണ്ണു നിറഞ്ഞ് വെറും വാക്ക് പറയല്ല, കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, കർത്താവിൻ്റെ വിശ്വസ്തത അനുഭവിക്കുമ്പോൾ, ദിനംതോറും ഈ ശുശ്രൂഷകളെ കർത്താവ് പരിപാലിക്കുന്നത് കാണുമ്പോൾ സഹോദരങ്ങളെ കണ്ണു നിറയാറുണ്ട്. ഇത് സ്വപ്നമാണ്, യാഥാർത്ഥ്യമാണെന്ന് തോന്നുമാറുള്ള ദൈവപ്രവർത്തികള് നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. അവൻ ജീവിക്കുന്ന ദൈവമാണ്, ജീവിക്കുന്നവനാണ്. അവന്റെ വഴിയിലാകണം നമ്മൾ, അവന്റെ പ്ലാനിലായിരിക്കണം, അവൻ പറഞ്ഞിടത്തായിരിക്കണം, അവൻ ഉള്ളിടത്തായിരിക്കണം നമ്മളായിരിക്കേണ്ടത്. കർത്താവിൻ്റെ മല, മൗണ്ട് ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ മല. അത് കർത്താവ് ഉള്ളത് കൊണ്ടാണ് ആ മലയ്ക്ക് കർത്താവിൻ്റെ മല എന്ന് പേര് വന്നത്. കർത്താവ് ഉള്ളിടത്ത് നമ്മളായിരിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ പ്രൊവിഷൻ, കർത്താവിൻ്റെ പരിപാലന നമുക്ക് അനുഭവിക്കാൻ പറ്റുകയാണ്. ഇത്ര മനോഹരമായ ദൈവപ്രവർത്തനമാണ് നമുക്കായി സ്വർഗം ഒരുക്കിയിരിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ പ്രവാചകനായ ദാനിയേലിൻ്റെ ജീവിതത്തിലേക്ക് വരിക. ഇതൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ റിഫ്രഷ് ചെയ്യാണ് കർത്താവ്. എന്താണ് ദാനിയേലിന്റെ ജീവിതത്തിൽ ഉണ്ടായത്? കണ്ടോ, കർത്താവിൻ്റെ പദ്ധതിയിൽ വഴിയിൽ നിന്നതുകൊണ്ട് താൻ സിംഹക്കുഴിയിൽ അകപ്പെട്ടു. ആ സിംഹക്കുഴിയിൽ അകപ്പെട്ടു പോയ ദാനിയേലിനെ കർത്താവ് വിട്ടുകളഞ്ഞു, ഉപേക്ഷിച്ചില്ല. സഹോദരങ്ങളെ, തന്നെ ആശ്രയിക്കുന്നവരെ, തന്നെ സ്നേഹിക്കുന്നവരെ, ആരെല്ലാം തന്നോട് വിശ്വസ്തത പുലർത്തുന്നവോ അവരെ ഒരു നാളും ഒരു വിധത്തിലും അവഗണിക്കാത്ത കർത്താവ്, ഉപേക്ഷിക്കാത്ത ദൈവം, തന്നെ ആദരിക്കുന്നവരെ ആദരിക്കുന്ന ദൈവം, തന്നെ മാനിക്കുന്നവരെ എപ്പോഴും മാനിക്കുന്ന ദൈവം. ഹല്ലേലൂയ. എത്ര അതിശയകരമാണ് നിന്റെ പ്രവർത്തനം, എത്ര മഹത്തരമാണ് കർത്താവേ. ഞങ്ങളുടെ വിശ്വസ്തത ഞങ്ങൾ അനുഭവിക്കുന്നു കർത്താവേ. ആ സിംഹക്കുഴിയിൽ ദാനിയേൽ കിടക്കുക, ഒരു രക്ഷയിൽ സന്തോഷിക്കാൻ വകയില്ല, മാനുഷികമായി പറഞ്ഞാൽ പ്രത്യാശിക്കാൻ വകയില്ല. പട്ടിണി കിടക്കുക, ആരും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നില്ല, ഉച്ചഭക്ഷണം കൊടുക്കുന്നില്ല, ഒരു തുള്ളി വെള്ളം പോലും ആരും കൊടുക്കുന്നില്ല. ആ സിംഹക്കുഴിയിൽ നിങ്ങൾ കൊന്ന് തിന്നാൻ വേണ്ടി വെട്ടിയ ദാനിയേലിനെ വിഴുങ്ങാൻ വേണ്ടി നിൽക്കുന്ന സിംഹങ്ങൾ. എന്നാൽ ദാനിയേൽ റൈറ്റ് പ്ലേസിലായിരുന്നു. കർത്താവിൻ്റെ വഴിയിൽ നിന്നതുകൊണ്ടാണ്, കർത്താവിൻ്റെ പദ്ധതിയിലായിരുന്നത് കൊണ്ടാണ് അവൻ ഇപ്പോൾ സിംഹക്കുഴിയിലായിരിക്കുന്നത്. അവിടേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ്.
കർത്താവ് പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം 14-ാം അധ്യായത്തിലെ 33 മുതൽ 39 വരെയുള്ള വചനങ്ങൾ നിർത്തി എല്ലാവരും ഒന്ന് വായിച്ചോ, ഉറക്കെ വായിച്ചു. അക്കാലത്ത് ഹബക്കുക്ക് പ്രവാചകൻ യൂദായിലുണ്ടായിരുന്നു. അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു. കർത്താവിന്റെ ദൂതൻ ഹബക്കുക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. ഞാൻ ഈ വചനം വായിക്കുമ്പോൾ പലപ്പോഴും അതിശയപ്പെടാറുണ്ട്. ചില വ്യക്തികളിൽ എന്നെ വിളിക്കാറുണ്ട്. ചില ഇടങ്ങളിൽ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ പോകുമ്പോൾ ചില സഹോദരന്മാർ, സഹോദരിമാര്, ചില അപ്പച്ചന്മാർ, അമ്മച്ചിമാർ വന്നിട്ട് പറയും, പൊന്നു മോനെ, ഇന്ന കാര്യത്തിന് വേണ്ടി ഞങ്ങൾ കരുതി വെച്ചതായിരുന്നു, ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച പണമായിരുന്നു അത്. 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ അല്ലെങ്കിൽ 20000 രൂപ, അതെത്രയാവട്ടെ. പക്ഷേ കർത്താവ് പറഞ്ഞു, ഈ പണം, നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന ഈ കൊച്ചു സമ്പത്ത്, അത് ഇന്ന ശുശ്രൂഷയ്ക്ക് കൊടുക്കുക, ഷെഖേനയുടെ ദൈവരാജ്യ ശുശ്രൂഷകൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന മിനിസ്ട്രിക്ക് കൊടുക്കുക. ഇങ്ങനെ പലപ്പോഴും ചിലരെങ്കിലും വന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് നൽകുന്ന ഈ ഒരു സഹായം നൽകുമ്പോൾ പറയാറുണ്ട്, ഇത് ഇന്ന കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചതായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു, ഒത്തിരി ബുദ്ധിമുട്ടിലാണ് എൻ്റെ ദാസന്മാരെ, എൻ്റെ ഈ ശുശ്രൂഷ. നിങ്ങൾ അവരെ കരുതുക, നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക. സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറഞ്ഞ് പലരും വന്ന് ഈ അനുഭവം പറയുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വിശ്വസ്തത നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഇങ്ങനെയൊക്കെ നമ്മുടെ കണ്ണ് നിറയാതിരിക്കുക, നമ്മുടെ ഹൃദയം എങ്ങനെ നിറയാതിരിക്കുക സഹോദരങ്ങൾ, ഈ വിധം ദൈവം പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ. ഞാനൊരു വെറും വാക്ക് പറയല്ല, എത്രയെത്ര അനുഭവങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് പങ്കുവെക്കാനുണ്ട് സഹോദരങ്ങളെ. മാറ്റിവെച്ച, നീക്കിവെച്ച ചില സമ്പാദ്യങ്ങൾ, ചില തുകകൾ, ചില സാമ്പത്തിക വകകൾ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകുവാൻ തന്റെ ജനത്തോട് കർത്താവ് ആവശ്യപ്പെടുന്നു. ഇവിടെ ഹബക്കുക്ക് പ്രവാചകൻ, അവൻ തന്റെ വയലിൽ പണിയെടുക്കുന്ന ആ കൃഷിക്കാർക്ക് പ്രഭാത ഭക്ഷണവുമായിട്ട് പോവുക. ഈ പോണ സമയത്ത് കർത്താവ് പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യേ, ഈ പ്രഭാത ഭക്ഷണം നിന്റെ വയലിൽ പണിയെടുക്കുന്ന കൃഷിക്കാർക്ക് അവർക്ക് വേണ്ട സംവിധാനത്തെ ഒരുക്കി കൊടുത്ത് കാണും. നിങ്ങൾ ചിന്തിക്കണം, ഇറാഖിലാണ് ബാബിലോൺ, ഇവ നിൽക്കുന്ന ഇസ്രായേലിലാണ്. ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന എൻ്റെ പ്രവാചകനായ ദാനിയേലിനെ ഈ ഭക്ഷണം നീ എത്തിച്ചു കൊടുക്കുക. കർത്താവ് കമാൻഡ് ചെയ്യാണ്. യഹോവ ജൈറേ, കരുതുന്ന ദൈവം, പരിപാലിക്കുന്ന ദൈവം, തന്നെ സ്നേഹിക്കുന്നവരെ എപ്പോഴും ഓർമ്മിക്കുന്ന ദൈവം. സഹോദരങ്ങളെ, അവൻ പറഞ്ഞു, എനിക്ക് ബാബിലോൺ അറിയില്ലല്ലോ. ദൈവദൂതൻ പറഞ്ഞു, നീ അത് റിസർച്ച് ഒന്നും നടത്തണ്ട, ഞാൻ തന്നെ പ്രവർത്തിക്കാം. അവന്റെ മുടിക്ക് പിടിച്ച് പിടുത്തം കയ്യിലും കാലിലും അല്ല പിടിച്ച്, ഈ മുടിക്ക് കണ്ടു, ഈ മുടി സ്ട്രോങ് പിടുത്താണ്. വായുവേഗത്തിൽ സിംഹക്കുഴിയുടെ മുകളിലെത്തി, ബാബിലോണിലെത്തി. പ്രവാചകൻ പറഞ്ഞു, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം നീ കഴിച്ചാലും. ബാക്കി വായിച്ച് നിങ്ങൾ അതിൻ്റെ അവസാന ഭാഗം, ആ 37-38 വാക്യങ്ങളൊക്കെ വായിച്ച് ഹബക്കുക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും, ഈ ഭക്ഷണം കഴിച്ചാലും. 38-ാമത്തെ വചനം ശ്രദ്ധിച്ച് നിങ്ങൾ. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, ഒരുമിച്ച് വായിച്ചേ, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്റെ കർത്താവേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. നമ്മെ കുറിച്ച് വിചാരമുള്ള ദൈവം, നിന്റെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നിന്നെ കുറിച്ച് വിചാരമുള്ള, നിന്നെ ഓർക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കരുതുന്ന, നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവം. യെസ്, യഹോവ ജൈറേ. ആ കർത്താവിനെ നീ മറന്നു കളയരുത്, ആ കർത്താവിനെ നീ അവഗണിക്കരുത്, നീ ഉപേക്ഷിക്കരുത്. ദൈവമേ, അവിടുന്ന് എന്നെ ഓർമ്മിച്ചു. പ്രവാചകന്റെ ഹൃദയം നിറയെ ദൈവത്തിന്റെ കരുതൽ കണ്ടു. ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് ഇസ്രായേലിൽ നിന്ന് എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ നിന്ന് ദൈവം തന്റെ പ്രവാചകന് ഭക്ഷണം കൊടുത്തു. 39-ാം വചനത്തിൽ പറയാണ്, എന്താ പറയുന്നത്? ദാനിയേൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. കർത്താവിന്റെ ദൂതൻ ഉടനെ തന്നെ ഹബക്കുക്കിനെ
അവന്റെ സ്ഥലത്തേക്ക് മടക്കി കൊണ്ടുവന്നു. അവന്റെ സ്ഥലത്തേക്ക് മടക്കിക്കൊണ്ടുവന്നു. എത്ര അത്ഭുതകരമായ കരുതലാണ് കർത്താവ് പ്രകടമാക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾ, എന്തുകൊണ്ട് പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കാത്തത്? കർത്താവിൻ്റെ കരങ്ങൾ കുരുകിപ്പോയിട്ടാണോ? അല്ല 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 അല്ല, ഒരിക്കലുമല്ല. ഈ കരുതലും പരിപാലനയും എന്തുകൊണ്ടാണ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റാത്തത്? അതിൻ്റെ കാരണം നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ വഴിയിലുമല്ല, പദ്ധതിയിലുമല്ല. ആ റൈറ്റ് പ്ലേസിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇടങ്ങൾ, നമുക്ക് ചില ഒറ്റത്തുരുത്തുകൾ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ഉല്ലാസം തരുന്ന, നമുക്ക് സംതൃപ്തി തരുന്നത് പലപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞതാണോ നമ്മൾ ചെയ്യുന്നത്? കർത്താവ് ഏൽപ്പിച്ചതാണോ നമ്മൾ ചെയ്യുന്നത്? കർത്താവ് പറഞ്ഞിടത്താണോ നമ്മൾ നിൽക്കുന്നത്? കർത്താവ് പറഞ്ഞതുപോലെയാണോ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഇത് നമ്മൾ പരിശോധിക്കണ്ടേ സഹോദരങ്ങളെ? നമ്മൾ ചിന്തിക്കണ്ടേ? ഇങ്ങനെ പോയാൽ മതിയോ? ചിന്തിക്കണ്ടേ നമ്മൾ? ഈ പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് നോക്ക്. ഇവരെല്ലാം കർത്താവിൻ്റെ വഴിയിലും പദ്ധതിയിലുമായിരുന്നു. അവിടെയാണ് ആ പരിപാലനം അവർക്കുണ്ടായത്. ജെറമിയ പ്രവചനത്തിൽ പരിശുദ്ധാത്മ പറയുന്നുണ്ട്, 2-ാം അധ്യായം 17-ാം വചനത്തിൽ, യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ? നീ സ്വയം വരുത്തി വെച്ചതല്ലേ? നീ സ്വയം വരുത്തി വെച്ചതല്ലേ? നമ്മളിന്ന് അനുഭവിക്കുന്ന പല കഷ്ടതകളും ക്ലേശങ്ങളും വേദനകളും സങ്കടങ്ങളും വിനാശങ്ങളും തകർച്ചകളെല്ലാം നമ്മൾ തന്നെ സ്വയം വരുത്തി വെച്ചതാ. എന്താ? നമ്മൾ കർത്താവിനെ അവഗണിച്ചു കളഞ്ഞു. കർത്താവിന്റെ വചനത്തെ നമ്മൾ തിരസ്കരിച്ചു. കർത്താവിന്റെ വഴിയിൽ നിന്ന് നമ്മൾ മാറിപ്പോയി. കർത്താവിന്റെ പദ്ധതിയിൽ നിന്ന് നമ്മൾ അകന്നു മാറി. തന്മൂലം നമ്മൾ ദുരിതത്തിലും വിനാശത്തിലും കൊടിയ തകർച്ചയിലും അകപ്പെട്ടുപോയി. സഹോദരങ്ങളെ, അനുതാപ ഹൃദയത്തോടെ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരിക. സഹായത്തിനായി കരങ്ങൾ ഉയർത്തി നിലവിളിക്കുക. കർത്താവേ, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിന്റെ കരുതൽ കടന്നു വരും. ആ സിംഹ കുഴിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ മോറിയാമലയിൽ കർത്താവ് വന്നതുപോലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഓ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു, കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു, കർത്താവേ സ്തുതിക്കുന്നു. നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരണം. ലൂക്കായുടെ സുവിശേഷം അവിടെ 5-ാം അധ്യായത്തിലോട്ട് വരിക. അവിടെ വലിയൊരു അത്ഭുതം നമുക്ക് കാണാൻ പറ്റും. മുക്കുവരിൽ പ്രധാനിയായ പത്രോസ്ലീഹ രാത്രി മുഴുവൻ അധ്വാനിച്ച് മീൻ പിടിക്കാൻ നോക്കിയിട്ട് ഒരു ചെറുമീനെ പോലും കിട്ടിയില്ല. പരാജയത്തിനായി നിരാശപ്പെട്ട് പത്രോസിൽ നിൽക്കുകയാണ്. ആ വഞ്ചിയിലേക്ക് കർത്താവ് കടന്നു വരുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, 5:4 നിങ്ങൾ വന്നേ. ലൂക്ക 5:4 എന്താ പറയുക? സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ആഴത്തിലേക്ക് നീക്കി. ആ പ്ലേസ് പറഞ്ഞു കൊടുക്കുക, ആ കൃത്യസ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. കർത്താവ് ചിലത് നമ്മോട് പറയും. അതാ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഒരു ഫിറ്റിങ്സും അതിലേക്ക് നമുക്ക് കഴിവുണ്ടെന്നേ. നമുക്ക് ഒരുപാട് നോളേജ് ഉണ്ട്, നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇതൊന്നും കർത്താവ് നൽകുന്ന നിർദ്ദേശങ്ങളോടും ആലോചനകളോടും നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. സർവജ്ഞാനിയായ ദൈവമാണ് നിന്നോട് പറയുന്നത്. ദൈവത്തെ പഠിപ്പിക്കാൻ നമ്മൾ ആരാ സഹോദരങ്ങളെ? പത്രോസിനോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. കണ്ടോ? ആ കൃത്യം പ്ലേസ് എന്താണ് ചെയ്യേണ്ടത്, അത് എങ്ങനെ ചെയ്യണം, കൃത്യം കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യണം. അതാണ് ആ റൈറ്റ് പ്ലേസ് പറഞ്ഞു കൊടുത്തു. ആഴത്തിലേക്ക് പോകണം. അല്ലാതെ നീ തീരത്തല്ല, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തല്ല, അവിടെയല്ല, ഇവിടെയല്ല, ആഴത്തിലേക്ക് വലയിറക്കുക. വേണമെങ്കിൽ പത്രോസിനെ ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്കറിയാം, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. മുക്കുവരിൽ പ്രധാനിയായ പത്രോസ്ലീഹായോടാണ് മീൻപിടുത്തത്തെക്കുറിച്ച്
ഒരു യഹൂദ റബ്ബി ആയിട്ടാണ് പത്രോസ്ലീഹ കർത്താവിനെ കാണുന്നത്. കർത്താവൊന്നും അപ്പോൾ അവനറിയില്ല. എന്നാൽ 5-ാമത്തെ വചനം പഠിപ്പിക്കുകയാണ്. 5-ാമത്തെ വചനം, ശിമിയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ശ്രദ്ധിക്കുക നിങ്ങൾ, ഒന്നും കിട്ടാത്തവരാണോ നമ്മൾ? ഇങ്ങോട്ട് നോക്കിയ നിങ്ങൾ, ഒന്നും കിട്ടാത്തവരാണോ നമ്മൾ? അധ്വാനം മാത്രം മിച്ചം, ഒരു പ്രയോജനവുമില്ലാതെ, എല്ലാം നഷ്ടപ്പെട്ടു പോയ, കണ്ണുനീരും ദുരിതവും തകർച്ചയും മാത്രം കൈമുതലായ ഒരു ജീവിതമാണോ പ്രിയ ദൈവത്തിന്റെ പൈതലേ നിന്റെ ജീവിതം? നീ എല്ലാം നഷ്ടപ്പെട്ടവളുമാണോ? കുടുംബം നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിതമാണോ നിന്റെ ജീവിതം? നിന്നെ പടുത്തുയർത്തുവാൻ, നിന്നെ അനുഗ്രഹിച്ച് മാനിക്കുവാൻ, വിശ്വസ്തയോടെ നിന്നെ പരിപാലിക്കുവാൻ കർത്താവ് നിന്റെ കൂടെയുണ്ട്. കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒന്നും കിട്ടിയില്ല, എല്ലാം ഒന്നും കിട്ടിയില്ല, എല്ലാം പോയി. എന്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. കർത്താവ് പറഞ്ഞതനുസരിക്കാൻ നമ്മൾ തയ്യാറാണോ? കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാണോ? കർത്താവ് കാണിച്ചു തരുന്ന വഴികളിലൂടെ വ്യാപരിക്കുവാൻ നമ്മൾ തയ്യാറാണോ? കർത്താവ് നിർത്തിയ ഇടങ്ങളിൽ, അതവിടെ സഹനമാകാം, പ്രശ്നമാകാം, ദുരിതമാകാം, കൊടിയ സഹനമാകാം, വേദനയാകാം, എന്തു തന്നെയാണെങ്കിലും അവിടെ വിശ്വസ്തയോടെ നിൽക്കുവാൻ നീ തയ്യാറാണോ? നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കും. നിന്റെ സ്ഥിതിക്ക് അവൻ മാറ്റം വരുത്തും. നിന്റെ സാഹചര്യങ്ങളെ അവൻ കൃപയാക്കി മാറ്റും. അതിശയകരമായ ദൈവപ്രവൃത്തി അനുഭവിക്കാൻ നമുക്ക് കർത്താവ് ഇടവരുത്തും. സഹോദരൻ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തവരാണോ നമ്മൾ? ഒരുപാട് അധ്വാനങ്ങൾ, മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചു, കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചു. ഇന്ന് ഒന്നുമില്ലാത്ത അവസ്ഥ, ഒന്നുമില്ല, ഒന്നും നേടിയില്ല, ഒന്നും ആയില്ല, ഒന്നുമില്ല. അങ്ങനെ നീ ചിന്തിക്കുന്നുണ്ടോ? നിനക്ക് അങ്ങനെ നഷ്ടബോധം വരുന്നുണ്ടോ? നിന്റെ അകത്ത് അങ്ങനെ ഒരു ഭാരവും ദുഃഖവും ഉണ്ടോ? സഹോദര, സഹോദരി, പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുകയാണ്. ഇത് നിനക്കുള്ള ആത്മാവിന്റെ ആലോചനയാണ്. എന്താണ് പത്രോസ്ലീഹ പറഞ്ഞത്? എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അത്രയോ വേണ്ടോ സഹോദരങ്ങളെ? അത്രയോ വേണ്ടോ? ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക്, സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ കർത്താവിന്റെ വാഗ്ദാനങ്ങളിലേക്ക് നോക്കുക, കർത്താവിന്റെ വചനത്തിലേക്ക് ഇങ്ങോട്ട് നോക്കി. ഈ വചനം നീ വിശ്വസിക്കുക, കർത്താവിന്റെ വഴിയിലായിരിക്കുക, കർത്താവിന്റെ പദ്ധതിയിലായിരിക്കുക. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. എന്താണ് സംഭവിച്ചത്? കണ്ടു, ആ റൈറ്റ് പ്ലേസിലാണ് വലയിറക്കുന്നത്. കർത്താവിന്റെ പ്ലാനിലാണ് പത്രോസ്ലീഹ പ്രവർത്തിക്കുന്നത്. കർത്താവിനോടൊപ്പം അവിടെ കർത്താവുണ്ട്. അത് കർത്താവിന്റെ മലയാണത്, അത് കർത്താവിന്റെ വഞ്ചിയാണ്. അവിടെ കർത്താവുണ്ട്. കർത്താവിനോടൊപ്പം അവൻ വലയിറക്കുകയാണ്. എപ്പോഴും കർത്താവിനെ കൂടെ നിർത്തണം. വലയിറക്കിയപ്പോൾ എന്തുണ്ടായി? 6-ാമത്തെ വചനം ഉച്ചത്തിൽ വായിച്ച് വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറിത്തുടങ്ങി. ഹല്ലേലൂയ. ഒന്നുമില്ലാത്തവരെ, എല്ലാം നഷ്ടപ്പെട്ടു പോയവരെ, പ്രതീക്ഷയ്ക്കൊരു വകയുമില്ലാത്ത പത്രോസ്ലീഹയും കൂട്ടരും വല കീറുമാറ് വല നിറച്ച് മത്സ്യത്തെ കെട്ടുകയാണ്. ആത്മീയം ഭൗതികവുമായ നന്മകൾ, അനുഗ്രഹങ്ങൾ, കൃപകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വർഷിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. യഹോവ ജയറേ. പ്രിയ ദൈവ പൈതലേ, നിന്റെ മനസ്സിന്റെ ഭാരങ്ങളും, നിന്റെ നിരാശകളും, നഷ്ടബോധത്തിന്റെ കണക്കുകളും, നിന്നെ ആകുലപ്പെടുത്തുന്ന നിരവധിയായ പ്രതിസന്ധികളും, നിന്റെ മനസ്സ് മടുപ്പിച്ചു കളയുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള നൊമ്പരങ്ങളും മുറിപ്പാടുകളും
നിന്റെ കുടുംബത്തെയും മക്കളെയും നിന്റെ ജീവിതത്തെയും തൊഴിൽ മേഖലകളെയും നിന്റെ ശുശ്രൂഷകളെ കുറിച്ചുള്ള നിന്റെ സകല വ്യഗ്രതകളും കരുതുന്ന കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. യഹോവ ജയറേ. Yes, the Lord is here. കർത്താവ് ഇവിടെയുണ്ട്. എത്ര പേർക്ക് കർത്താവിനെ കാണാൻ പറ്റും? എത്ര പേർക്ക് കർത്താവിനെ കേൾക്കാൻ പറ്റുന്നു? കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. യാഗവേ ശമ, യാഗവേ ശമ. The Lord is here. കർത്താവ് ഇവിടെയുണ്ട്. അവൻ ഇവിടെയുണ്ട്. അവന്റെ സാന്നിധ്യം നമ്മുടെ മനസ്സിൽ സകല ഭാരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാ ദുഃഖങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ ജീവിതത്തെ, കുടുംബത്തെ, മക്കളെ, ശുശ്രൂഷകളെ എല്ലാം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. എന്റെ കുടുംബത്തിനുള്ള സഹായം കർത്താവിൽ നിന്ന് വരുന്നു. എന്റെ ശുശ്രൂഷകൾക്ക് ആവശ്യമായ സഹായം കർത്താവിൽ നിന്ന് വരുന്നു. എന്റെ തലമുറയ്ക്ക് ആവശ്യമായ സഹായം കർത്താവിൽ നിന്ന് വരുന്നു. യെസ്, എന്റെ സഹായകൻ കർത്താവാണ്. ആ ബോധ്യത്തോട് ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആ കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച്, കരുതുന്നവൻ ഞാനല്ലയോ, നീ എന്തിനാണ് കരയുന്നത്? കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് കർത്താവിന്റെ കരുതലിൽ, പ്രോമിസിൽ വിശ്വസിച്ച് നിറഞ്ഞ മനസ്സോടെ, അതിലേറെ ആനന്ദത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എവിടെയാണ് കർത്താവ് കരുതുന്നത്? നമ്മൾ വചനത്തിലൂടെ ധ്യാനിക്കുകയായിരുന്നു. Mighty Lord, mighty Lord, mighty power, mighty anointing. കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ദൈവമല്ലയോ, കരുതുന്ന ദൈവം, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? മോറിയായിലും നിന്നെ കരുതാൻ ഞാനെന്നും ശക്തനല്ലയോ? മോറിയായിലും നിന്നെ കരുതാൻ ഞാനിന്നും ശക്തനല്ലയോ? വലിയ ബോധ്യത്തോടെ കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ദൈവ പൈതലേ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരുതുന്ന കർത്താവേ, ഞങ്ങൾ വിശ്വസ്തനായ ദൈവമേ, ഏത് ആവശ്യത്തിലും ഏത് സാഹചര്യത്തിലും ഞങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അങ്ങ് ശക്തനും വിശ്വസ്തനുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യഹോവ ജയറയായി കർത്താവേ, ഞങ്ങൾ ജീവിതങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കണം. ഞങ്ങൾ അതിനായി അഭിഷേകം ചെയ്യണം. ലോർഡ്, anoint us, anoint us, anoint us. ആമേൻ.